ചവറ സീറ്റിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് RSP. ഇരവിപുരത്ത് തർക്കമില്ലെന്നും മികച്ച സ്ഥാനാർത്ഥി എത്തുമെന്നും RSP. കേന്ദ്ര കമ്മിറ്റി അംഗം A. അസീസാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 5 സീറ്റുകളിലാകും RSP മത്സരിക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും RSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 15-ാം തീയതി കൂടി കോൺഗ്രസിൻ്റെ കുറേ ആളുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കൊടുക്കും. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ചവറയിലെ ഷിബു ബേബി ജോണും കുന്നത്തൂർ ഉല്ലാസ് കോവൂരും. ഇനി ഞങ്ങൾ തീരുമാനിക്കേണ്ടത് ഒന്ന് ആറ്റിങ്ങൽ തീരുമാനിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 സീറ്റിൽ മത്സരിക്കുകയാണെന്നുണ്ട്. ആറ്റിങ്ങൽ തീരുമാനിക്കണം, ഇരവിപുരത്ത് തീരുമാനിക്കണം, ഈ ചടയമംഗലം ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ തീരുമാനിക്കണം. അത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കും. ഒരു തർക്കവുമില്ല. കൊല്ലത്തുനിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഷമീർ അബ്ദുൾ പങ്കുവയ്ക്കും. ഷമീർ, RSP സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പോരാട്ടമാണ് ഇത്തവണ വരുന്നത്. ഒരു MLA പോലും കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരികയാണോ? എന്താണ് ചിത്രം വ്യക്തമാകുമ്പോഴുള്ളത്? 5 സീറ്റുകളിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ ആകുകയും ചെയ്തു എന്ന് പറഞ്ഞ് അത് അനൗദ്യോഗികമായി അറിഞ്ഞു. അത് ഇന്ന് ഇപ്പോൾ അസീസ് പറയുകയും ചെയ്തു. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കും. ഒപ്പം തന്നെ പ്രധാനമായും ഈ സീറ്റ് വെച്ചു മാറാൻ ഉദ്ദേശിക്കുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂർ സീറ്റ് വെച്ചു മാറുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മറ്റേത് സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒപ്പം തന്നെ മറ്റ് 3 ഇടങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള കാര്യത്തിൽ 15-ാം തീയതിക്ക് ശേഷം തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. നിലവിൽ ഇരവിപുരം സീറ്റിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. നിലവിൽ തർക്കമില്ല എന്ന് A. അസീസ് പറയുമ്പോഴും RSPക്കുള്ളിൽ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിഭാഗീയത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ CPM വിട്ട് RSPയിലേക്ക് എത്തിയ ഹസ്കറിനെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 8-ാം തീയതി എന്തായാലും RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊല്ലത്ത് വെച്ച് ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഇതിനുശേഷം ഇത് കീഴ്ഘടകങ്ങളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നാണ് അസീസ് പറയുന്നത്. എന്തായാലും 15-ന് മുമ്പ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഒരു സൂചന കൂടി അദ്ദേഹം നൽകുന്നു. അതിനുശേഷമായിരിക്കാം ഇത്തരത്തിൽ RSPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. സംഗീത. ശരി ഷമീർ.